ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐഫാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്നൊരു യാത്ര പോകാണ് കേട്ടോ. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ഥിര റൂട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചൻകോവിൽ റൂട്ടാണ് ഞങ്ങൾ സ്ഥിരം പോകാറുള്ളത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു വൈബ് നല്ല അടിപൊളിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ആ റൂട്ടിൽ നിന്ന് തിരിച്ച് ചാലിയക്കര വഴി നമ്മൾ മാമ്പഴത്തറ അവിടെ നിന്ന് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കന്തിരിപ്പാറ ഒരു നേർച്ച സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജനുവരി, എല്ലാ വർഷവും ജനുവരി 26, അതായത് റിപ്പബ്ലിക്കിൻ്റെ അന്ന് അവിടുത്തെ ആണ്ട് നേർച്ചയാണ്. അപ്പോൾ നമ്മളിന്ന് അതിലും പങ്കെടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെയും കൂട്ടി ചിലപ്പോൾ തമിഴ്നാടോ അല്ലെങ്കിൽ തെന്മലയോ എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തൊക്കെ പോയതാണ്. പക്ഷേ ഇത് നടന്നില്ല. അപ്പം നമ്മൾ പോയതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്തിരിപ്പാറയിൽ അവിടെ പോയിട്ട് തിരിച്ച് വരുന്നിടം വരെയുള്ള വീഡിയോകൾ. അത് കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ പാർട്ട് 2 ഇടുന്നതാണ് കേട്ടോ. എല്ലാവരും കാണണം. പിന്നെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കനാൽ റോഡാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്ന ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയും ഇക്കാടെ ഒരു ഫ്രണ്ട് അവരുടെ ഫാമിലിയും ഉണ്ട് കേട്ടോ. അത് നമ്മുടെ കൂട്ട് തന്നെ 3 മക്കളാണ് കേട്ടോ. അപ്പോൾ ഒരു മോനും 2 പെൺകുഞ്ഞുങ്ങളുമാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂട്ട് തന്നെ നമ്മുടെ സെയിം അതേ കൂട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം നല്ല വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഐഫക്കുട്ടൻ വലിയ വൈബൊന്നും അല്ല. കാരണം നമ്മൾ കയറിയപ്പോൾ തൊട്ടേ വാൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ആയതേ ഉള്ളൂ അവൾ ഛർദ്ദിൽ തുടങ്ങി. എനിക്ക് ഐഫയ്ക്കും കാറിനകത്ത് ഒരു ശകല നേരം പോലും ഇരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വോമിറ്റിംഗ് ആണ്. വിക്കെപ്പോഴും പറയും നിങ്ങളെ കൊണ്ട് ഒരു വഴിക്ക് പോകാനുള്ളത്തില്ല, 2 വീലർ അല്ലാതെ എങ്ങും പോകാൻ ഒക്കത്തില്ല. അപ്പം ഞങ്ങൾ പറയും പറ്റത്തില്ല, ഞങ്ങൾ ലോക്കൽസാണ്. ഇക്ക എന്നെ കളിയാക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, നിങ്ങൾ ലോക്കൽസാണ്, നിങ്ങളെ കൊണ്ട് എങ്ങും പോകാൻ ഒക്കത്തില്ലെന്ന്. കാരണം പറ്റത്തില്ല, വാളെന്ന് പറഞ്ഞാലും ത്തിൽ അന്താരാഷ്ട്ര വാളാണ് ഞങ്ങൾ 2 പേരും. അങ്ങനെ ഞാൻ ആകെ തളർന്നിരിക്കണം. എപ്പോൾ വേണമെങ്കിലും എൻ്റെ വാൾ പുറത്ത് വരും എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കണം. ഐഫക്കൂട്ടൻ എൻ്റെ ദേഹത്ത് ഛർദ്ദിച്ച് വാരി കിടപ്പുണ്ട്. അൽഹാനും ഒരുവിധം ടയർഡായിരുന്നു. പിന്നെ ഇവരെ കുഞ്ഞുങ്ങളെ 3 പേരെയും നമ്മൾ എന്ത് ചെയ്തു, ഡിക്കിയിലോട്ട് തള്ളി. ഐഫക്കുട്ടൻ മാത്രം എൻ്റെ മടിയിൽ നിന്ന്. ബൂബുക്കുട്ടൻ ഫ്രണ്ടിൽ വിൻഡോ സീറ്റിൽ ഇക്കാരടുത്ത് ഭയങ്കര എൻജോയ്മെൻറ്റിലിരിക്കുകയാണ് കേട്ടോ. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ കൂട്ടൊരു ബേബിയും കൂട്ടുണ്ട്. അവൻ്റെ പേരെന്താ പറയുക, ഇബു എന്നാണ് കേട്ടോ. അപ്പം ഇബു ബേബി, ബൂബുക്കുട്ടൻ എല്ലാവരും നമ്മൾ ഇന്നലെ കണ്ടപ്പോഴാണ് കേട്ടോ. ഇവർ 2 പേരും ഉബുവിനെയും പിന്നെ ബൂബുജിനെയും നമ്മൾ ഒരു 4-5 ദിവസത്തിന് ഡിഫറൻസിൽ ഒരേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഡെലിവറി ആയത് കേട്ടോ. പക്ഷേ ഇവരുടെ പേരുകൾ തമ്മിലൊക്കെ ഇത്ര സിമിലാരിറ്റി വരും നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതായത് 2 പേരുടെയും വീട്ടിൽ വിളിക്കുന്നത് നല്ല മാച്ചിങ് ആയിട്ടുള്ള പേരുകൾ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരുടെയും ഇവിടെ എത്തിയിരിക്കുന്ന എവിടെ എന്നറിയുമോ, നമ്മുടെ ചാലിയക്കര 6 കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് നേരം ഇവരെല്ലാം വണ്ടിയിലൊക്കെ ഇരുന്ന് ടയർഡായിട്ടൊക്കെ വന്നതുകൊണ്ടും ഒന്ന് റിലാക്സ് ആവാനെ കൊണ്ടും എല്ലാത്തിനെയും നമ്മളെവിടെ ഇറക്കി വിട്ടെന്നറിയാമോ, ചാലിയക്കര ആറ്റിൽ ഇറക്കി വിട്ടു. അവിടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവിടെയൊക്കെ രസമായിരുന്നു. ഒരാളുടെ ചെരുപ്പൊക്കെ ഒഴുകിപ്പോയി, അതൊക്കെ പിടിക്കാൻ പറ്റ പാടൊന്നും പറയണ്ട. പക്ഷേ സത്യം പറഞ്ഞാൽ കാറിൽ കയറിയപ്പോഴേ എൻ്റെ റിലേ അടിച്ച് പോയതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ വ്ളോഗ് എടുക്കാനായിട്ട് പോയതാണ്. പക്ഷേ ഒന്നും നടന്നില്ല, ഒത്തിരി എടുക്കാനൊന്നും പറ്റിയില്ല. സത്യം പറഞ്ഞാൽ വ്ളോഗേഴ്സിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തു പോകും, യാത്രയുടെ ക്ഷീണവും അവരത് ഈ ഫോണിലാക്കുന്നതും ഒക്കെ വളരെ ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് സത്യമായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഭയങ്കര വെയിലും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻസിലൊക്കെയാണ് എവിടെ പോകുന്നതെന്ന് അറിയുമ്പോൾ കന്തിരിപ്പാറയിലോട്ട്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞ് അവിടുത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ റിലേ അടിച്ച് പോയി. അതൊക്കെ നമുക്ക് പുറമേ കാണാം. അവിടെ ഒന്നും ഒത്തിരി ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത് തിരക്ക്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്താ കാരണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ തിരിച്ച് യാത്ര ചെയ്യാൻ വണ്ടിയിലോട്ട് കയറാനേ വയ്യായിരുന്നു. അതുപോലെ എനിക്ക് തീരെ അങ്ങ് തലയ്ക്കകത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ചെയ്തു. നമ്മൾ കന്തിരിപ്പാറയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ കാറിലായതുകൊണ്ടായിരിക്കും ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബൈക്ക് യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നല്ല സുഖമാണ് കേട്ടോ. എന്നും ഒരു വൈബാണ് ബൈക്ക്, 2 വീലർ യാത്ര. എനിക്ക് കാറ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഐഫക്കുട്ടിന് വാൾ വെച്ച് പിന്നെ ഒരു വീട്ടിൽ പോയി. അവൾക്കാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത ഡ്രസ്സ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം അവളാകെ ക്ഷീണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ നല്ലൊരു അമ്മയായിരുന്നു. ആ അമ്മയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് അവൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കഴുകാനും ഒരുപാട് നല്ല ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ അവൾ ഇട്ടേക്കുന്നതൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ വരുന്ന വഴിക്ക്. കാരണം അവിടെയെങ്കിലും വലിയ കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല.
അങ്ങനെ കുറേ വന്നപ്പം ഒരു ചെറിയൊരു കട വന്നു. അപ്പോൾ ഇച്ചിരി വലുതായിരുന്നു, എന്നിരുന്നാലും അതിട്ട് കൊടുത്തു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എവിടെയെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഡ്രസ്സൊക്കെ എക്സ്ട്രാ കൊണ്ടുപോകണമെന്ന്. നമ്മുടെ ബൂബുക്കുട്ടനാണെങ്കിൽ ഒരു 5-6 ജോഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബൂബുക്കുട്ടൻ ആ ഒരു ഉടുപ്പിൽ തന്നെ വരുന്നിടം വരെ നിന്നു. അവൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, അവൾക്ക് ഒരു ടയേർഡും ഇല്ലായിരുന്നു, അവൾ ആകെ ഹാപ്പി മൂഡായിരുന്നു. പക്ഷേ മറ്റവർ, ഞാനും എൻ്റെ 2 മൂത്ത മക്കളും വയലൻറ്റിലാണ് വന്നത് തിരിച്ച്. ഇക്കായും ബൂബുച്ചിനും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് കന്തിരിപ്പാറയിലേക്ക് പോകണം കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എത്തുമെന്ന്. ഒരുപാട് പ്രാവശ്യം വന്നെങ്കിലും നമ്മൾ ബൈക്കിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വരെ പോവും, അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് എൻഡ് വരെ നമ്മൾ പോവും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ദൂരെ എവിടെയോ വണ്ടി കൊണ്ടിട്ടിട്ട് നമ്മൾ പിരിവയിലാണ് നടക്കുക കേട്ടോ. കാരണം ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. ഇത് നടന്ന് അവസാനം നടക്കാൻ വയ്യാതെ എന്ത് ചെയ്യുന്നറിയാമോ, ഒരാളുടെ ഓട്ടോയിലാണ് ഞങ്ങൾ പിന്നെ അവിടെ വരെ പോയത്. ഇക്ക പിന്നെ നടന്നു വന്നു. ഭയങ്കര വെയിലായിരുന്നു. ഇബുവൊക്കെ നന്നായിട്ട് വെയിൽ കൊണ്ട് തളർന്നു പോയെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊന്നും മനസ്സിലാകത്തില്ല, പക്ഷെ പോയി അനുഭവിച്ചു. അപാര സീനായിരുന്നു ഇന്നലെ. അങ്ങനെ നമ്മളിങ്ങനെ കന്തിരിപ്പാറയിലേക്ക് നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇക്കായും കുഞ്ഞുങ്ങളും എല്ലാം ഫ്രണ്ടിൽ പോയി, ഞാനും അതായത് നമ്മുടെ മറ്റേ ഫാമിലിയിലെ അതിലെ അവരെ ഞങ്ങളെല്ലാവരുടെ പുറകിലിങ്ങനെ നടന്നു വരുവാണ്. പക്ഷേ ഭയങ്കര വണ്ടികളും തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഒരുവിധം നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അല്ല, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് കുഴഞ്ഞു കുറേ പോണവർ. ഇത് നമ്മൾ ഇങ്ങനെ അവിടുത്തെ ഒരു നേർച്ചപ്പെട്ടിയുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് വന്നപ്പോഴാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തത്. എല്ലാവരും പറഞ്ഞ് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണ്ട, അവിടെ അങ്ങ് പാർക്ക് ചെയ്യാൻ ഒക്കത്തില്ല, പിന്നെ അതുപോലെ തന്നെ വണ്ടി പോകത്തില്ല അവിടം വരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് ഗേറ്റിൻ്റെയൊക്കെ ആ ഒരു സ്ഥലത്തേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ടയർഡായെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ബൂബുവും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇവർ 4 പേര് നന്നായിട്ട് ടയർഡായി. ഏറ്റവും ടയർഡ്നെസ് എനിക്ക് തോന്നുന്നു എനിക്ക് യാത്ര ചെയ്യാനൊന്നും ഒക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. എനിക്ക് നടക്കാനും വയ്യ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുക. സത്യം പറഞ്ഞാൽ ഭയങ്കര പാടുപെട്ടുപോയി ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ കന്തിരിപ്പാറയിലേക്ക് നടക്കുകയാണ്. നടന്നൊരു പരുവായി. പിന്നെ ഇടയ്ക്ക് വെച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തിയതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഓട്ടോ കിട്ടിയായിരുന്നു. അത് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, സമയമില്ല. കാരണം ഇക്കപ്പോൾ ഇതിന് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു. പിന്നെ ഫോണൊന്നും എടുത്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ നമുക്ക് കാണാമേ. അങ്ങനെ നടന്ന് നമ്മൾ ഫൈനലി അവിടെ നമ്മുടെ കന്തിരിപ്പാറയിലോട്ട് എൻട്രി ആവാറായി കേട്ടോ. അപ്പം ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ എൻട്രൻസിലൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കാരണം ഗേറ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇതിൻ്റെ ഇരട്ടി ആൾക്കാരുണ്ടായിരുന്നു എൻട്രൻസ്, അതായത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പം നമുക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റാത്ത കണ്ടീഷനായിപ്പോയി. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വെയിലുമായിരുന്നു, തിരക്കുക, കുഞ്ഞുങ്ങളെ കൊണ്ട് വലിയ പാടുമായിരുന്നു. ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ നേർച്ച പങ്ക അവിടുത്തെ. അപ്പം അവിടെ നേർച്ച കോഴികളൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഉണ്ട്. നമുക്ക് വാങ്ങിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു, കാരണം ഒരുപാട് ക്യൂ ആയിരുന്നു. അപ്പം വേണ്ടാന്ന് വെച്ച് നമ്മൾ പോകാനായിട്ടിരുന്നപ്പോൾ പിന്നെ പള്ളിക്കകത്ത് കയറി മേടിച്ച് ഞങ്ങൾക്കെല്ലാം ഫുഡ് തന്നു. നമ്മളതെല്ലാം കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് നേർച്ച പങ്കായിട്ട് കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു,
തിരിച്ച് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായിരുന്നു. കാരണം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഉപ്പും കുഴപ്പമില്ലായിരുന്നു, അവർ കിടക്കുമായിരുന്നു. പക്ഷേ പിള്ളേർ മറ്റേവർ 4 പേരും ഭയങ്കരമായിട്ട് ടയർഡായി. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വെയിലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്ത് വീണ്ടും നമ്മൾ വണ്ടി കിടന്നിട്ട് വരെ നടന്നു. അങ്ങനെ നമ്മുടെ കന്തിരിപ്പാറ ട്രിപ്പിൻ്റെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ കന്തിരിപ്പാറയിൽ നിന്ന് നേരെ ഒരുപാട് പ്ലാനിങ്ങോടുകൂടിയാണ് വന്നത് തമിഴ്നാട് പോകാൻ. പക്ഷേ നമുക്ക് വയ്യാഴുന്നത് കൊണ്ടും താല്പര്യമില്ലാത്തത് കൊണ്ടും ഇനി എങ്ങനെ വീടെത്തിയാൽ മതി എന്നുള്ള ഇതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ട്രിപ്പ് നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ സ്വന്തം അമ്പനാർ എസ്റ്റേറ്റിലോട്ടാക്കി. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് 2 അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വാച്ച് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.